എന്നാലും എന്റെ പൊന്നു സാറേ, സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് അതാന്നറിഞ്ഞപ്പോ ഞാനൊരു ഞെട്ടല് കെട്ടി. അല്ല, സാറിന്റെ മുഖത്തും ഉണ്ടായിരുന്നു ഞെട്ടല്. ഇതിനു മുമ്പ് തമ്മിൽ കണ്ട പെൺകുട്ടിയാണെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ലടാ. പെട്ടല്ലോ സാറേ, എന്തൊരു അഹങ്കാരാ കൊച്ചിന്. ആ അഹങ്കാരം എൻ്റെ അടുത്ത് ചെലവാവില്ലെന്ന് ഗാഥാ ശ്രീനിവാസന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. താൻ നോക്കിക്കോ മാണിക്കുഞ്ഞെ, അഹങ്കാരമൊക്കെ തല്ലിക്കൊഴിച്ച് അവളെ ഞാൻ തൻ്റെ മുന്നിൽ നിർത്തി കാണിക്കാം. എൻ്റെ ഭാവി അമ്മായിയമ്മേ. നവീൻ, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. പറയൂ. നവീൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാര്യങ്ങൾ വളച്ചുകെട്ടലില്ലാതെ പറയുന്നതാണ് നവീൻ ഇഷ്ടമെന്ന്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞേക്കാം, ഞങ്ങൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുക. വിവാഹത്തിൽ നിന്ന് പിന്മാറുക? എന്താ കാര്യം? നിങ്ങൾ എന്റെ മകളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? എന്റെ മകൾക്കെതിരായി ഒരു വാക്ക് പറഞ്ഞ ആളെ അവൾക്കോ എനിക്കോ ഉൾക്കൊള്ളാൻ പറ്റില്ല. നിശ്ചയത്തിന് മുമ്പ് എന്തുകൊണ്ട് ഗാഥ ഇത് പറഞ്ഞില്ല? അല്ല, മോതിരം മാറിയതിന് ശേഷമാണല്ലോ നിങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ. അതായിരുന്നല്ലോ നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്. അവിടെ വെച്ച് അവൾ എങ്ങനെയാ റിയാക്ട് ചെയ്യാ? ആക്ച്വലി എന്നെ അപമാനിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അവൾ ആ ചടങ്ങ് പൂർത്തിയാക്കിയത്. പക്ഷെ ഇപ്പോ അവൾക്ക് ഈ ബന്ധമേ വേണ്ടെന്ന് അവൾ പറയുന്നു. നിങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല നവീൻ. ഐ എം റിയലി സോറി. മാം, ജസ്റ്റ് എ മിനിറ്റ്. ഐ ഹാവ് എ റിക്വസ്റ്റ്. എന്താ? എനിക്കൊരു 24 hours ഗാഥയൊന്ന് കൂടെ വിട്ടു തരാമോ? എന്നെ കുറിച്ചുള്ള ഗാഥയുടെ അഭിപ്രായവും ഈ വിവാഹത്തിലുള്ള താല്പര്യക്കുറവും ഞാൻ മാറ്റിത്തരാം. നോ വേ മിസ്റ്റർ നവീൻ. എനിക്ക് എന്റെ മോളെ നന്നായിട്ട് അറിയില്ലേ. വൺസ് ഷീ ഈസ് ഡിസൈഡഡ്, അതിനൊരു മാറ്റവും ഇല്ല. അത് മാഡത്തിന്റെ മകളുടെയും കോൺഫിഡൻസ്. ബട്ട് ഫോർ മീ, എനിക്ക് എന്നെക്കുറിച്ചൊരു ധാരണയുണ്ടല്ലോ. ജസ്റ്റ് 24 hours മാഡം. അത് കഴിഞ്ഞും നവീനുമായിട്ടുള്ളൊരു വിവാഹത്തിന് താല്പര്യമില്ല എന്ന് മാഡത്തിന്റെ മകൾ പറഞ്ഞാൽ മാത്രം ഞാൻ എന്റെ തോൽവി അംഗീകരിക്കാം. ജസ്റ്റ് ലൈക്ക് എ ഗെയിം. ഗെയിംസ് എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഗാഥയുടെ തീരുമാനം വന്നു കഴിയുമ്പോ ഇയാള് തളർന്നു പോവില്ലല്ലോ. നോ മാം. നിങ്ങളെ തോൽപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം ഇപ്പോഴും അവളുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഐ തിങ്ക് അതുകൊണ്ട് തന്നെ അവള് സമ്മതിക്കില്ല. എന്തായാലും ഞാൻ അവളോട് സംസാരിച്ചു നോക്കാം. ഓക്കെ? എന്താ സാറേ? വേറൊന്നുമല്ല, ഗാഥയ്ക്ക് കല്യാണം വേണ്ട. ഒരു 24 മണിക്കൂർ യുദ്ധം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനും ഗാഥാ ശ്രീനിവാസൻ തമ്മിൽ. അത് കഴിഞ്ഞായിരിക്കും വിജയെ തീരുമാനിക്കുക. സാർ എന്താ പ്രാന്തുണ്ടോ? ഉണ്ട്. ചെറിയ ചെറിയ ഭ്രാന്തുകളാടോ ജീവിതത്തിന്റെ രസം. എന്നെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണെന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ല, അപ്പൊ ആ വെള്ളത്തിൽ തള്ളിയിട്ട പെണ്ണോ? എടോ, അവളുടെ കാര്യം ഇനി എൻ്റെ അടുത്ത് മിണ്ടി പോകരുത്. എന്തെങ്കിലും ഒരിക്കലും അവൾ എൻ്റെ മുന്നിൽ കിട്ടും.